നട്ടിലൊക്കെ സ്ട്രൈറ്റ് ആക്കി വയ്ക്കുക. ഷോൾഡറൊക്കെ ഓപ്പൺ ചെയ്ത് എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ടിരുന്ന്. രണ്ട് കൈ മുദ്ര വയ്ക്കാം, കണ്ണടച്ചിരിക്കുക. നന്നായിട്ട് ശ്വാസം എടുക്കുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. നമസ്കാര മുദ്ര എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക. യോഗ ചെയ്യുന്നതിലൂടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം ലഭിക്കുന്നു പ്രാർത്ഥിച്ച്. ഇനി വരാൻ പോകുന്ന ജീവിതശൈലി രോഗങ്ങൾ യോഗയിലൂടെ തടഞ്ഞു നിർത്താൻ പ്രാർത്ഥിക്കുക. ചിണ്ടാവും, സെൻറ്റർ, പാമിങ്ങുള്ള അങ്ങനെ നന്നായിട്ട് കൂടി തിരുമുക. രണ്ട് കൈ കപ്പിയ കണ്ണിൻ്റെ പുറത്ത് വയ്ക്കുക. മുഖമൊക്കെ സാവധാനം തടവിയെടുക്കുക. രണ്ട് കൈ മുന്നിലോട്ട് കൊണ്ടുവരാം. കണ്ണ് ചിമ്മി ചിമ്മി സാവധാനം ഉള്ള കൈയിലോട്ട് കണ്ണു തുറന്ന് നോക്കുക. സാവധാനം തിരിച്ചു വരാം. എല്ലാവർക്കും സുഖമാണോ? ഗുഡ് മോർണിംഗ്. സുഖമാണ്. ഓക്കെ, നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. രണ്ട് കൈ സ്ട്രൈറ്റ് ആക്കി വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈ ഓപ്പൺ ചെയ്യാം. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, breathe out, breathing, breathe out, breathing, breathe out, breathing, breathe out, breathing, breathe out. സാധാരണ റിലീസ് ചെയ്യാം. ഓക്കെ, അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് കൈ ലോക്ക് ചെയ്യുക. നെഞ്ചിൻ്റെ പുറത്തേക്ക് വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈ മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈ മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. എല്ലാവരും ചെയ്തേ. ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, breathe out, breathing, breathe out, breathing, breathe out, breathing, breathe out. റിലാക്സ് ആയിട്ടിരിക്കുക. സാധനം കണ്ണുറക്കാൻ രണ്ട് കൈ ഇങ്ങനെ വെച്ചു. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈ ഓപ്പൺ ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്. കണ്ണടച്ച് ശ്വാസം എടുത്ത് ഫീൽ ചെയ്ത് നോക്കിയേ. സ്ലോ ആയിട്ട് ചെയ്ത് നോക്കിയേ. ശ്വാസം എടുത്ത് ഓപ്പൺ ചെയ്യുക. ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, breathe out, breathing, breathe out, breathing, breathe out. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. ഓക്കെ, സാവധാനം കണ്ണു തുറക്കാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഫേസ് യോഗയാണ്. അതുപോലെ തന്നെ ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നമുക്ക് പീരീഡ് സമയത്ത് ചെയ്യാൻ പറ്റുന്ന യോഗ പോസ്റ്റേഴ്സ്, അതായത് ഫേസ് യോഗ, പിന്നെ അല്ലാതെ ഏതൊക്കെ കുഞ്ഞു കുഞ്ഞ് പോസ്റ്റേഴ്സ്, ചെറിയ രീതിയിലുള്ള എക്സസൈസ് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതെല്ലാം കൂടെ കണക്ട് ചെയ്ത് ഒരു റെക്കോർഡ് ക്ലാസ് ഒരു റെക്കോർഡ് ക്ലാസ് കൂടെ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇന്ന് പീരീഡ് സമയത്ത് ലേഡീസിനെ സംബന്ധിച്ച് എന്തൊക്കെ ചെയ്യാം, ഇന്ന് മെയിനായിട്ട് ഫേസ് യോഗയാണ് ചെയ്യിപ്പിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്തൊരു റെക്കോർഡ് ക്ലാസ് എടുക്കുവാണ്. അപ്പോൾ പീരീഡ് സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, പീരീഡ് സമയത്ത് യോഗ ചെയ്യണം എന്ന ആഗ്രഹമുള്ള കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഫേസ് യോഗ മാത്രമാകുമ്പോൾ ഒരു മടിയാവും. അപ്പോൾ 1 മണിക്കൂർ ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. പീരീഡ് സമയത്തുള്ള നമുക്ക് റെസ്റ്റ് എടുക്കാം ആ സമയത്ത്. അല്ലാതെ യോഗ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഫേസ് യോഗ കുറച്ച് ചെയ്യാം. അതുപോലെ ബ്രസ്റ്റിൽ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഒരു റെക്കോർഡ് ക്ലാസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇതിനിടയ്ക്ക് തന്നെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പീരീഡ് സമയത്ത് പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളവർ കുറച്ച് സമയം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം
നോർമലായിട്ടുള്ളവർ ബട്ടർഫ്ലൈ ഒക്കെ അവിടെ ഇരുന്ന് ചെയ്തിട്ട് വേണം എണീച്ച് പോകാൻ. ഇന്ന് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യിപ്പിക്കുന്നില്ല. പീരീഡ് സമയത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് ഒരു റെക്കോർഡ് ക്ലാസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അതുപോലെ തന്നെ ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കണ്ട് ചെയ്യാനായിട്ട് മാറ്റായി. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു റെക്കോർഡ് ക്ലാസ് ചെയ്തു, ഇനി ഒന്നും കൂടെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന കണ്ണിൻ്റെ എക്സസൈസാണ് ചെയ്യാൻ പോകുന്നത്. കണ്ണ് നന്നായിട്ട് തുറന്നു വയ്ക്കുക, വലത്തോട്ട് ഇടത്തോട്ട് ചലിപ്പിക്കുക. എല്ലാവരും നന്നായിട്ട് ചെയ്ത 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. വലത് സൈഡിലോട്ട് നോക്കി അങ്ങനെ ഹോൾഡ് ചെയ്ത 1 2 3 4. ഓപ്പോസിറ്റ് സൈഡ് ഹോൾഡ് ചെയ്ത 1 2 3 4. സെൻറ്റർ കണ്ണടച്ച് ഉള്ളം കൈ നന്നായിട്ട് കൂട്ടി തിരുമ്മ. 2 കൈ കപ്പിയ കണ്ണിൻ്റെ പുറത്ത് വയ്ക്കുക. ഒരിക്കോടെ ചെയ്യാം, ഒരിക്കോടെ ചെയ്യാം. സാവധാനം മുഖമൊക്കെ സാവധാനം തടവിയെടുക്കാം. ഓക്കെ, ഗുഡ്. സാവധാനം തിരിച്ചു വരാം. മുകളിലേക്കും താഴേക്കും നോക്കാം. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. സാവധാനം കണ്ണടയ്ക്കുക. ഉള്ളം കൈ നന്നായി കൂട്ടി തിരുമേ. 2 കൈ കപ്പിയ കണ്ണിൻ്റെ പുറത്തേക്ക് വയ്ക്കാം. ഒരിക്കൂടെ ചെയ്യാം, ഒരിക്കൂടെ ചെയ്യാം. മുഖമൊക്കെ സാവധാനം തടവിയെടുക്കാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് താഴേക്ക് നോക്കാം. വലത് സൈഡിലൂടെ നോക്കാം, മുകളിൽ നോക്കാം, ഇടത്തേക്ക് നോക്കാം, താഴെ നോക്കാം. വലത്തേക്ക് നോക്കാം, മുകളിൽ നോക്കാം, ഇടത്തേക്ക് നോക്കാം, താഴെ നോക്കാം. വലത്തേക്ക് നോക്കാം, മുകളിൽ നോക്കാം, ഇടത്തേക്ക് നോക്കാം, താഴെ നോക്കാം. വലത്തേക്ക് നോക്കാം, മുകളിൽ നോക്കാം, ഇടത്തേക്ക് നോക്കാം, താഴെ നോക്കാം. ഗുഡ്. ഓപ്പോസിറ്റ് താഴെ നോക്കിയേ. ഇടത്തേക്ക് നോക്കാം, മുകളിൽ നോക്കാം, വലത്തേക്ക് നോക്കാം, താഴെ നോക്കാം. 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 ഗുഡ്. സാവധാനം കണ്ണടയ്ക്കുക. ഉള്ളം കൈ നന്നായിട്ട് കൂടി തിരുമ്മി എല്ലാവരും. 2 കൈ കപ്പിയ കണ്ണിൻ്റെ പുറത്തേക്ക് വയ്ക്കുക. ഒരിക്കൂടെ ചെയ്യാം, ഒരിക്കൂടെ ചെയ്യാം. സാവധാനം തിരിച്ചു വരാം. ഗുഡ്. നെക്സ്റ്റ് കഴുത്തിൻ്റെ എക്സസൈസാണ് ചെയ്യാൻ പോകുന്നത്. നട്ടലൊക്കെ ഒന്ന് സ്ട്രൈറ്റ് ആക്കി വയ്ക്കുക. കഴുത്ത് മാക്സിമം പുറകിലോട്ടുള്ള ഡൗൺ 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 ഡൗൺ. ശ്വാസം എടുത്തുകൊണ്ട് പുറകിലേക്ക് കഴുത്ത് കൊണ്ടുവരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് പുറകിലേക്ക് കൊണ്ടുവരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് മുന്നിലോട്ട് വരാം. ഡൗൺ. സെൻറ്റർ. സൈഡ് ലുക്കിങ്. വലത് സൈഡിലോട്ട് നോക്കാം. 1 സെൻറ്റർ 2 സെൻറ്റർ 1 സെൻറ്റർ 2 സെൻറ്റർ 1 സെൻറ്റർ 2 സെൻറ്റർ 1 സെൻറ്റർ 2 സെൻറ്റർ. സാധാരണ റിലീസ് ചെയ്യാം. കഴുത്തിന് സാധാരണ വലത് സൈഡിലോട്ട് ചരിച്ചു കൊടുക്കുക. വലത് കൈ കൊണ്ട് സ്ട്രെച്ച് ചെയ്ത് പിടിച്ച്. ഗുഡ്. സ്റ്റേ. 1 2 3 4 5 6 7 8 9 10. സെൻറ്റർ. ഓപ്പോസിറ്റ് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഓപ്പോസിറ്റ് കൈ കൊണ്ട് സ്ട്രെച്ച് ചെയ്ത്. ഗുഡ്. സ്റ്റേ. 1 2 3 4 5 6 7 8 9 10. സാവധാനം റിലീസ് ചെയ്യുക. എല്ലാവരും കാലൊക്കെ ഒന്ന് നീട്ടിയിട്ട് 2 കൈ പുറകെ സപ്പോർട്ട് ചെയ്യുക. കാലൊക്കെ ഒന്ന് ഷേക്ക് ചെയ്തേ. കാലൊക്കെ ഒന്ന് അനക്കി കൊടുക്കാം. 1 2 3. കാലത്തോടെ അനക്കാം. 1 2 3. ഗുഡ്. 2 കാല് ചേർത്ത് നോക്കി അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. 1 2 3 4 5 6. റൊട്ടേറ്റ് ചെയ്ത. 1 2 3 4 5 6
Opposite 1, 2, 3, 4, 5, 6. വിരലുകളൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക, റിലീസ് ചെയ്യുക. 1, 2, 1, 2, 1, 2, 1, 2, 1, 2. സാവധാനം റിലീസ് ചെയ്യുക. നമ്മുടെ വലത് കാലെടുത്ത് ഇടത് കാലിൻ്റെ പുറത്ത് വെച്ച്, വലത് കാലെടുത്ത് ഇടത് കാലിൻ്റെ പുറത്ത് വെച്ച്, തുടയുടെ പുറത്ത് വെച്ചോ. വച്ചതിന് ശേഷം നമ്മുടെ ഈ കൈ കൊണ്ട് കാലിൻ്റെ വിരലുകളിലൂടെ ലോക്ക് ചെയ്യുക. കണ്ടോ? കാലിൻ്റെ വിരലുകളിലൂടെ ലോക്ക് ചെയ്യുക. കണ്ടോ? ലോക്ക് ചെയ്തതിന് ശേഷം ഒന്ന് മുന്നിലോട്ടും അകത്തേക്കും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2. ഗുഡ്. നെക്സ്റ്റ് നമ്മുടെ വലത് കൈ കൊണ്ട് കാലിൻ്റെ വിരലുകളിലൊന്ന് പിടിക്കുക, റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. 1, 2, 3, 4, 5, 6. Opposite 1, 2, 3, 4, 5, 6. കാല് സാവധാനം നീട്ടിയിടുക. ഓപ്പോസിറ്റ് കാലെടുത്ത് വെച്ച് വലത് കാലിന് തുടയുടെ പുറത്ത് ഇടത് കാലെടുത്ത് വയ്ക്കാം. വലത് കൈ കൊണ്ട് ഇടത് കാലിൻ്റെ വിരലുകൾ ലോക്ക് ചെയ്യുക. ഇങ്ങനെ ഒന്ന് കോർത്ത് പിടിക്കുക, പറ്റുന്നത് പോലെ പിടിച്ചോ. താഴേക്ക് മുകളിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2. സാധാരണ വലത് കൈ കൊണ്ട് വിരലുകളുടെ പുറത്തുനിന്ന് പിടിച്ച് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. 1, 2, 3, 4, 5, 6. Opposite 1, 2, 3, 4, 5, 6. സാധാരണ റിലീസ് ചെയ്യുക. കാലൊക്കെ നീട്ടിയിടുക. കാലൊക്കെ നീട്ടി 1, 2, 3. കാലൊക്കെ 1, 2, 3. ഗുഡ്. ഓരോ കാലും മടക്കിയ 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2. റിലീസ് ചെയ്യുക. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. രണ്ട് കാലം ഓപ്പൺ ചെയ്ത് രണ്ട് കൈ പുറകിൽ സപ്പോർട്ട് ചെയ്യുക. തല പുറകിലേക്ക് വെച്ച് കണ്ണടച്ചിരുന്നേ. സാധാരണ തിരിച്ചു വരാം. ക്രോസ് ലെഗ് പൊസിഷൻ. പ്രാണായാമം ചെയ്യാം. നട്ടലൊക്കെ സ്ട്രെയിറ്റ് ആക്കി വയ്ക്കുക. ഷോൾഡറൊക്കെ ഓപ്പൺ ചെയ്ത് റിലാക്സ് ആയിട്ടിരിക്കുക. രണ്ട് കഴിച്ച് മുദ്ര വയ്ക്കാം. കണ്ണടച്ചിരുന്നേ. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. സാധാരണ കണ്ണുറക്കം നമ്മൾ ഉജ്ജ്വലി പ്രാണായാമമാണ് ചെയ്യാൻ പോകുന്നത്. അത് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മളിങ്ങനെ ചിണ്ടാവും, ഒരുപാടല്ല, ജസ്റ്റ് ഒന്ന് ചിണ്ടാവൺ ആക്കിയതിന് ശേഷം ഒരു കുഞ്ഞുങ്ങൾ കൂർക്കം വലിക്കുന്ന ഒരു സൗണ്ട് ഉള്ളത്, തൊണ്ടയ്ക്കകത്തുനിന്ന് ഒരു സൗണ്ട് എടുക്കുക. ഒരു സൗണ്ട് എടുത്തതിന് ശേഷം നന്നായിട്ട് ബ്രീത്ത് എടുക്കുക. ഹോൾഡ് ചെയ്ത് വയ്ക്കാം. ശ്വാസം പിടിച്ച് വയ്ക്കാം. ആ ശ്വാസം പിടിച്ച് വെച്ചുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വരാം. ശ്വാസം അങ്ങനെ ഹോൾഡ് ചെയ്ത് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വരാം. സ്ട്രെയിറ്റ് ആയിട്ട് വന്നതിന് ശേഷം നമ്മുടെ വലത് മൂക്ക് അടച്ചു പിടിക്കുക. ഈ ഹോൾഡ് ചെയ്ത ശ്വാസത്തിനെ ഇടത് മൂക്കിലൂടെ പുറത്തേക്ക് വിടാം. 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, മനസ്സിലായല്ലോ. ആദ്യം ചിണ്ടാവും. നമ്മൾ സാധാരണ ബ്രീത്ത് എടുക്കുന്ന പോലെയല്ല. നമ്മൾ സൗണ്ട് ഇല്ലേ, നമ്മൾ ഇവിടെ നിന്നൊരു സൗണ്ട് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ചെറിയൊരു അതൊന്ന് ചെയ്തതുമേ കിട്ടുള്ളൂ. ആ ഒരു സൗണ്ട് എടുക്കുക. ശ്വാസം പിടിച്ചു വെച്ച് ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് ആ ബ്രീത്ത് ഹോൾഡ് ചെയ്ത് തന്നെ വയ്ക്കുക. വലത് മൂക്കടയ്ക്കുക. ഇടത് മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. 1, 2, 3, 4,
5 6 7 8. ഓക്കെ ഗുഡ്. സാധനം റിലീസ് ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായോ? ആരെങ്കിലും സംശയമുണ്ടോ? ഇല്ല, എല്ലാവർക്കും മനസ്സിലായി? ഓക്കെ ഗുഡ്. ചെയ്യാമല്ലോ. പിന്നെ ഞാൻ പറയും, നിങ്ങൾ ചെയ്താൽ മതി. നമ്മൾ ഈ കുനിഞ്ഞിരുന്നിട്ട് ശ്വാസം പിടിച്ചു വെച്ചിരിക്കുവാണ്. ഈ ശ്വാസം വിടരുത്, പിടിച്ചോണ്ടിങ്ങനെ വരണം കേട്ടോ. ആ ബ്രീത്ത് ഹോൾഡ് ചെയ്ത് തന്നെ ഉയർന്നു വരണം. ഈ ശ്വാസം പുറത്തേക്ക് വിടുന്നത് ഇതിലൂടെ മാത്രമാണ് എക്സേൽ ചെയ്യുന്നത്. ആദ്യം കിട്ടത്തില്ല, പിന്നെ പിന്നെ കിട്ടും. ട്രൈ ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം. കണ്ണടച്ചേ, ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. ചിണ്ടാവും. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കാം. ആ ശ്വാസം എടുത്തുകൊണ്ട് തല സ്ട്രൈറ്റ് ആയിട്ട് കൊണ്ടുവന്നേ, ഫേസ്. ബ്രീത്ത് ഹോൾഡ് ചെയ്യും. വലത് മൂക്ക് അടയ്ക്കുക, ഇടത് മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. 1 2 3 4 5 6 7 8. സാവധാനം റിലീസ് ചെയ്യുക. ഗുഡ്. ചിൻ ഡൗൺ. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. ആ ബ്രീത്ത് ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ തല സ്ട്രൈറ്റ് ആക്കിയ ബ്രീത്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് വയ്ക്കുക. വലത് മൂക്ക് അടയ്ക്കുക, ഇടത് മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. 1 2 3 4 5 6 7 8. സാവധാനം റിലീസ് ചെയ്യുക. ചിൻ ഡൗൺ. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. നമ്മുടെ ഫേസ് ഒന്ന് സ്ട്രൈറ്റ് ആക്കി കൊടുക്കുക. ബ്രീത്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ച് വലത് മൂക്ക് അടയ്ക്കുക, ഇടത് മൂക്കിലൂടെ എക്സേൽ ചെയ്ത് 1 2 3 4 5 6 7 8. സാവധാനം റിലീസ് ചെയ്യുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. ഇൻഹേൽ, എക്സേൽ, inhale, exhale. സാവധാനം ഇടത് കൈ മുദ്ര, വലത് കൈ നാസിക മുദ്ര. രണ്ട് മൂക്ക് അടച്ചു പിടിച്ച് നാഡീശുദ്ധി പ്രാണായാമം ചെയ്യാൻ പോവുകയാണ്. ഇടത് മൂക്ക് ഓപ്പൺ ചെയ്യുക. ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. 1 2 3 4. രണ്ട് മൂക്ക് അടച്ചു പിടിച്ച് ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. വലത് മൂക്ക് ഓപ്പൺ ചെയ്യുക. വലത് മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. 1 2 3 4 5 6 7 8. വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. 1 2 3 4. രണ്ട് മൂക്ക് അടച്ചു പിടിച്ച് ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. ഇടത് മൂക്ക് ഓപ്പൺ ചെയ്യുക. ഇടത് മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. 1 2 3 4 5 6 7 8. ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. 1 2 3 4. രണ്ട് മൂക്ക് അടച്ചു പിടിക്കുക. ബ്രീത്ത് ഹോൾഡ് ചെയ്ത് വലത് മൂക്ക് ഓപ്പൺ ചെയ്യുക. വലത് മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. 1 2 3 4 5 6 7 8. വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. 1 2 3 4. രണ്ട് മൂക്ക് അടച്ചു പിടിക്കുക. ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. ഇടത് മൂക്ക് ഓപ്പൺ ചെയ്യുക. ഇടത് മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. 1 2 3 4 5 6 7 8. ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. 1 2 3 4. രണ്ട് മൂക്ക് അടച്ചു പിടിക്കുക. ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. വലത് മൂക്ക് ഓപ്പൺ ചെയ്യുക. വലത് മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. 1 2 3 4 5 6 7 8. വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. 1 2 3 4. രണ്ട് മൂക്ക് അടച്ചു പിടിക്കുക. ബ്രീത്ത് ഹോൾഡ് ചെയ്ത് ലാസ്റ്റ് എക്സലേഷൻ. ഇടത് മൂക്ക് ഓപ്പൺ ചെയ്യുക. ഇടത് മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. 1
2, 3, 4, 5, 6, 7, 8. സാവധാനം കൈ റിലീസ് ചെയ്യുക. കണ്ണടച്ചിരിക്കുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. ആ ബ്രീത്ത് ഒന്ന് ഹോൾഡ് ചെയ്തേ. ഗുഡ് സ്റ്റേ. 1, 2, 3, 4, 5, 6. സാധാരണ ശ്വാസം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. ആ ബ്രീത്ത് ഒന്ന് ഹോൾഡ് ചെയ്തേ. ഗുഡ് സ്റ്റേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടാം. സാവധാനം കണ്ണു നോക്കുക. 2 കൈ പുറകെ സപ്പോർട്ട് ചെയ്യുക. കാലൊക്കെ ഒന്ന് നീട്ടിയിട്ട് കാലൊക്കെ ഒന്ന് അനക്കി കൊടുക്കുക. 1, 2, 3. കാല് തുടക്കാൻ വെക്കാനൊക്കെ 1, 2, 3. ഗുഡ്. റിലാക്സ് ആയിട്ടിരിക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാലിൻ്റെ ഉപ്പുറ്റി വേദന മാറാനുള്ള എക്സസൈസ് ആണ് ചെയ്യുന്നത്. നമ്മുടെ ഇടത് കാലിൻ്റെ തള്ളവരൻ്റെ പുറത്ത് വലത് കാലിൻ്റെ ഉപ്പുറ്റി എടുത്ത് വയ്ക്കുക. വലത്തോട്ടും ഇടത്തോട്ടും ചരിച്ചു കൊടുക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓപ്പോസിറ്റ് ചെയ്ത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സാധാരണ റിലീസ് ചെയ്യുക. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. സാധാരണ പുറയിലോട്ട് കിടന്നോളൂ എല്ലാവരും. നെക്സ്റ്റ് നമ്മൾ മെഡിറ്റേഷനാണ് ചെയ്യാൻ പോകുന്നത്. കിടന്നോളൂ. എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ട് കിടക്കുക. 2 കാലം ഓപ്പൺ ചെയ്യുക. 2 കൈ 2 സൈഡിലോട്ട് വെച്ച് ഫ്രീ ആയിട്ട് കിടന്നേ. ബോഡിയുടെ ഒരു ഭാഗവും പിടിച്ചു വയ്ക്കരുത്. റിലാക്സ് ആയിട്ട് കിടക്കുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ട് കണ്ണടച്ച് കിടന്നേ. എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ട് കിടക്കുക. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന അബ്ഡമൻ ബ്രീത്തിങ് എക്സസൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും 2 കൈ വയറിൻ്റെ പുറത്തേക്ക് വെച്ച് 2 കൈ വയറിൻ്റെ പുറത്തേക്ക് വയ്ക്കുക. 2 കൈ വയറിൻ്റെ പുറത്തേക്ക് വയ്ക്കുക. ശ്വാസം എടുക്കുന്ന ടൈം നിങ്ങളുടെ വയറ് ബലൂണോല ഉയർത്തിക്കൊണ്ടുവന്നേ. ശ്വാസം എടുക്കുന്ന ടൈം നിങ്ങളുടെ വയറ് ബലൂണോല ഉയർത്തിക്കൊണ്ടുവരാം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറ് സാവധാനം താഴേക്ക് വരും. എല്ലാവരും ഒന്ന് ചെയ്തേ. ശ്വാസം എടുക്കുന്ന ടൈം നിങ്ങളുടെ വയറ് മാക്സിമം മുകളിലേക്ക് ബലൂൺ പോലെ വീർപ്പിച്ച് കൊണ്ടുവരാം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറ് സാവധാനം താഴേക്ക് വരും. എല്ലാവരും ചെയ്തേ. ബ്രീത്തിങ്, ബ്രീത്ത് ബ്രീത്തിങ് ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ മാക്സിമം വയറിനെ ഉയർത്തി കൊണ്ടുവരാം. ബ്രീത്ത് breathing, breathe out, breathing, breathe out, breathing, breathe out. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. വയറിനെ ബലൂണോടെ ഊതി വീർപ്പിച്ചേ.
നന്നായിട്ട് നിറച്ചേ. ഹോൾഡ് ചെയ്ത് വയ്ക്കുക. ആ ശ്വാസം പിടിച്ചു വെച്ചേ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6 7 8 9 10. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കാം. മാക്സിമം വയറ് നന്നായിട്ട് ഉയർത്തി കൊണ്ടുവന്നേ. ആ ശ്വാസത്തിനെ ഒന്ന് പിടിച്ചു വെച്ചേ വയറിൽ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6 7 8 9 10. സാവധാനം റിലീസ് ചെയ്യുക. 2 കൈ 2 സൈഡിലോട്ട് വെച്ച് ഫ്രീ ആയിട്ട് അങ്ങ് കിടന്നോളൂ. റിലാക്സ് ആയിട്ട് അങ്ങ് കിടക്കും. നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ പേര് അബ്ഡമൻ ബ്രീത്തിങ് എക്സസൈസ് ആണ്. ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബോഡിയിൽ നന്നായിട്ട് ഓക്സിജൻ നിറയുന്നതിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. ബ്രീത്ത് എടുക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് നല്ല ഹാപ്പിനെസ്, സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ലെൻസിൻ്റെ കപ്പാസിറ്റി കൂടുന്നതിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒരു എക്സസൈസാണ് അബ്ഡോമൻ ബ്രീത്തിങ് എക്സസൈസ് എന്നാണ് പറയുന്നത്. നമ്മുടെ മനസ്സിന് എപ്പോഴും സന്തോഷവും ഉന്മേഷവും ഉത്സാഹമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മൾ കൂടുതലായിട്ട് ബ്രീത്ത് എടുക്കുന്നതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ നന്നായിട്ട് ഓക്സിജൻ നിറയുന്നതിനും അതോടൊപ്പം നമുക്ക് നല്ലൊരു എനർജി നമ്മുടെ ബോഡിയിൽ നമ്മൾ അറിയാതെ ഉണ്ടായി വരും. അതുകൊണ്ട് എല്ലാവരും ബ്രീത്തിങ് എക്സസൈസ് നന്നായിട്ട് ചെയ്യുക. സാവധാനം നിങ്ങളുടെ 2 കൈ നെഞ്ചിൻ്റെ പുറത്തേക്ക് വെച്ച് സാവധാനം 2 കൈ നെഞ്ചിൻ്റെ പുറത്തേക്ക് വയ്ക്കുക. 2 കാല് ബട്ടർഫ്ലൈ പോസിലോട്ട് വെച്ചേ. നമ്മൾ ഇരുന്നിട്ട് ബട്ടർഫ്ലൈ ചെയ്യുന്നത് പോലെ വെച്ചേ. ഗുഡ്. 2 കൈ നെഞ്ചിൻ്റെ പുറത്തേക്ക് വയ്ക്കുക. ശ്വാസം എടുക്കുന്ന ടൈം നിങ്ങളുടെ നെഞ്ചിൻ്റെ ഭാഗം മാത്രം ഉയർത്തിക്കൊണ്ടുവന്നേ. ശ്വാസം എടുക്കുന്ന ടൈം നിങ്ങളുടെ നെഞ്ചിൻ്റെ ഭാഗം മാത്രം ഉയർത്തിക്കൊണ്ടുവരാം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നെഞ്ചിൻ്റെ ഭാഗം സാവധാനം താഴേക്ക് വരും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ആദ്യം ചെയ്യുമ്പോൾ വയറും നെഞ്ചുമായിട്ട് ഉയരുന്നതായിട്ട് തോന്നും. ചെയ്ത് വരുമ്പോൾ ഓക്കെ ആവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയേ. ബ്രീത്തിങ്, ബ്രീത്ത്. ശ്വാസം എടുക്കുമ്പോൾ നെഞ്ച് ഉയർത്തി കൊണ്ടുവരാം. ബ്രീത്തിങ്, ബ്രീത്ത്, ബ്രീത്തിങ്, ബ്രീത്ത്, ബ്രീത്തിങ്, ബ്രീത്ത്, ബ്രീത്തിങ്, ബ്രീത്ത്. സാധാരണ റിലാക്സ് ആയിട്ട് കാല് നീട്ടിയിടാം. 2 കൈ 2 സൈഡിലോട്ട് വെച്ച് ഫ്രീ ആയിട്ട് കിടന്നേ. ബോഡിയുടെ ഒരു ഭാഗവും പിടിച്ച് വയ്ക്കരുത്. റിലാക്സ് ആയിട്ട് കിടക്കും. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. 2 കാലം ഓപ്പൺ ചെയ്ത് വെച്ചേ. എല്ലാവരും മാറ്റിൻ്റെ 2 സൈഡിലോട്ട് ഓപ്പൺ ചെയ്ത് വെച്ചേ. ഇനി ഞാൻ പറയുന്നത് പോലെ ഫോളോ ചെയ്യുക. നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് ഇടുന്നതും ശ്രദ്ധിച്ച് കണ്ണടച്ച് കിടന്നേ. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ഞാൻ പറയുന്നത് പോലെ ഫോളോ ചെയ്യുക. നിങ്ങളുടെ കാൽപാദം, കണങ്കാല്, കാല് മൊത്തത്തിൽ തുട വരെയുള്ള ഭാഗം, അരക്കെട്ട് വരെയുള്ള ഭാഗം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കാലിലെ വിരലുകളൊക്കെ നന്നായിട്ട് മുറുക്കി പിടിക്കുക. കാലൊക്കെ നന്നായിട്ട് മുറുക്കി പിടിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അവിടുത്തെ മസിൽസൊക്കെ ടൈ 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 ടൈ. സാവധാനം റിലീസ് ചെയ്യുക. റിലാക്സ് ആയിട്ട് കിടന്ന് നിങ്ങളുടെ വയറ്, നെഞ്ച്, 2 കൈ നന്നായിട്ട് മുറുക്കി പിടിക്കുക. ഷോൾഡറൊക്കെ സ്ക്യൂസ് ചെയ്യുക. നന്നായിട്ട് മുറുക്കി പിടിച്ച 2 കൈ ഷോൾഡറൊക്കെ സ്ക്യൂസ് ചെയ്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ടൈ 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 ടൈ. സാവധാനം റിലീസ് ചെയ്യുക. റിലാക്സ് ആയിട്ട് കിടക്കുക. ഗുഡ്. നിങ്ങളുടെ ഫേസിലെ മസിൽസ് നന്നായിട്ട്, മുഖമൊക്കെ നന്നായി ചുളിവ് എന്ന രീതിയിൽ നന്നായിട്ട് അടച്ചു പിടിച്ച് കണ്ണൊക്കെ ഇറുക്കി അടച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ഫേസിലെ മസിൽസൊക്കെ ടൈറ്റ് ചെയ്യുക. ടൈറ്റ് 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 ടൈറ്റ്. സാവധാനം റിലീസ് ചെയ്യുക. റിലാക്സ്. കണ്ണ് നന്നായിട്ട് തുറന്നേ. കണ്ണ് നന്നായിട്ട് തുറന്ന് ഉരുട്ടി നോക്കുക. വലത്തോട്ട് ഇടത്തോട്ടും കണ്ണിൻ്റെ കൃഷ്ണമണി ചലിപ്പിച്ച 1 2 1 2 1 2. സാവധാനം റിലാക്സ് ആയിട്ട് കണ്ണടയ്ക്കുക. വാ തുറന്ന് നാക്ക് പുറത്തേക്കിടാം. ശ്വാസം പുറത്തേക്ക് വിട്ടേ. സാവധാനം നാക്ക് അകത്തിടാം. വാ അടയ്ക്കുക. ഗുഡ്. നിങ്ങളുടെ കഴുത്ത് വലത്തോട്ടും ഇടത്തോട്ടും തിരിച്ച് വല സൈഡിലോട്ട് നോക്കുക. സെൻറ്റർ. ഇടത് സൈഡിലോട്ട് നോക്കുക. സെൻറ്റർ. വല സൈഡിലോട്ട് നോക്കുക.
സെൻറ്റർ. ഇടത് സൈഡിലോട്ട് നോക്കുക. സെൻറ്റർ. റിലാക്സ് ആയിട്ട് കിടക്കുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. കണ്ണടച്ച് റിലാക്സ് ആയിട്ട് കിടന്ന് നിങ്ങളുടെ ബോഡിയുടെ ഓരോ ഭാഗങ്ങളായിട്ട് ശ്രദ്ധിച്ച് നിങ്ങളുടെ കാൽപാദം, കണങ്കാല്, തുടയുടെ ഭാഗമൊക്കെ റിലാക്സ് ചെയ്യുവാണ്. നിങ്ങളുടെ ബോഡിയിലെ മസിൽസൊക്കെ റിലാക്സ് ചെയ്യുവാണ്. അതൊന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളിവിടെ കിടക്കുന്നില്ല, നിങ്ങൾ ഉറങ്ങുന്നില്ല, ആ ഒരു ഫീലിലോട്ടാക്കി മാറ്റിയേ. ബോഡിയുടെ ഒരു ഭാഗവും പിടിച്ചു വയ്ക്കരുത്. നിങ്ങളവിടെ അങ്ങ് കിടക്കുന്നില്ല, ആ ഒരു ഫീലിലോട്ട് അങ്ങ് റിലാക്സ് ആയിട്ട് കിടക്കുക. നിങ്ങളുടെ മനസ്സും ശരീരവും വിട്ടുകൊടുക്കുക. ഫ്രീ ആയിട്ട് കിടക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ള ശബ്ദത്തെ ഒന്ന് നിരീക്ഷിക്കുക. നിങ്ങളുടെ ദൂരെ കേൾക്കുന്ന ആ ഒരു ശബ്ദത്തെ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് കണ്ണടച്ച് തിരിച്ചറിയുക. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ശബ്ദത്തെ നിരീക്ഷിക്കുക. നിങ്ങളുടെ ബ്രീത്തിലൊന്ന് തിരിച്ചു വരാം. നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതൊന്ന് ശ്രദ്ധിച്ച് നിങ്ങളുടെ ദൂരെയുള്ള ശബ്ദം, നിങ്ങളുടെ തൊട്ടടുത്തുള്ള ശബ്ദം മനഃപൂർവ്വമായിട്ടൊക്കെ ഒഴിവാക്കുക. ബ്രീത്തിലോട്ട് തിരിച്ചു വരാം. നിങ്ങൾ ആ ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുന്നില്ല എന്നുള്ള ഭാവത്തിൽ അതിനെ ഒഴിവാക്കിയതിന് ശേഷം മനഃപൂർവ്വമായിട്ട് നിങ്ങളുടെ ബ്രീത്തിലോട്ട് വരാം. നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ശ്രദ്ധിച്ച് റിലാക്സ് ആയിട്ട് കിടക്കുക. നിങ്ങളുടെ തല മുതൽ പാദം വരെ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ബോഡിയിലെ മസിൽസൊക്കെ റിലീസ് ചെയ്യുവാണ്. നിങ്ങൾ ശ്വാസം എടുക്കുമ്പോൾ നിങ്ങളുടെ വയറ് അനങ്ങുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ഒന്ന് റിലാക്സ് ആയിട്ട് നോക്കുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ടെടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ടെടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. എല്ലാവരും ഒന്ന് സ്വന്തമായിട്ട് പറഞ്ഞേ, ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ്. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. മറ്റാരെന്നെ സ്നേഹിച്ചില്ല എങ്കിലും ഞാൻ എന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ആരോഗ്യം എൻ്റെ ഉത്തരവാദിത്തമാണ്. അതിന് വേണ്ടിയിട്ട് എത്ര തിരക്കുകളുണ്ടെങ്കിലും ഞാൻ അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് മാറ്റി വച്ചിരിക്കും. ഇനിയെങ്കിലും എൻ്റെ ആരോഗ്യം എനിക്ക് നോക്കണം. ഇതുവരെ നോക്കിയില്ല, നോക്കണം എന്ന് സ്വന്തമായിട്ട് തന്നെ പറഞ്ഞേ. നിങ്ങളോട് ഒരു തീരുമാനം, ഒരു വാക്ക് കൊടുത്തേ. നിങ്ങളോട് തന്നെ നിങ്ങളൊരു വാക്ക് കൊടുത്തേ. ഞാൻ ഇനി എൻ്റെ ആരോഗ്യം സംരക്ഷിക്കുമെന്നൊരു വാക്ക് കൊടുത്തേ. നിങ്ങളോട് തന്നെ ഒന്ന് ചിരിച്ചേ. നിങ്ങളുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വരട്ടെ. റിലാക്സ് ആയിട്ട് ചെറുതായിട്ടൊന്ന് ചിരിക്കുക. നിങ്ങളുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വരട്ടെ. നിങ്ങളോട് തന്നെ ഒന്ന് ചിരിക്കുക. ഒന്ന് കോൺഫിഡൻ്റ് ആയിട്ട് കിടന്നേ. ഒന്ന് ആത്മവിശ്വാസത്തോടെ ധൈര്യമായിട്ട് കിടന്നേ. സാവധാനം തിരിച്ചു വരാം. നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ശ്രദ്ധിച്ച് ഒന്ന് റിലാക്സ് ആയിട്ട് കിടക്കുക. ഞാൻ പറയുന്നവരെ കണ്ണു ഉറക്കരുത്. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ബ്രീത്തിലോട്ട് മാത്രമായിരിക്കണം.
സാവധാനം കാലനക്ക, കൈയനക്ക. ഒന്ന് റിലാക്സ് ആയിട്ട് 2 കാല് ചേർത്ത് വയ്ക്കുക. 2 കൈ ചേർത്ത് വെച്ച് 2 കൈ തലയുടെ മുകളിലേക്ക് വരുത്തി ലോക്ക് ചെയ്ത് സ്ട്രെച്ച് ചെയ്യുക. ബോഡി മുകളിലോട്ട് വലിച്ചു പിടിച്ച് കാല് താഴോട്ട് പോയിന്റ് ചെയ്യുക. ഗുഡ് സ്റ്റേ. നന്നായിട്ട് നട്ടിൽ സ്ട്രെയിറ്റ് ആവട്ടെ. 1 2 3 4 5 6 7 8 9 10. വലത് കൈ മാത്രം മുകളിലേക്ക് വെച്ച് ഇടത് കൈ താഴ്ത്തിയിട്ട് വലത് കൈ മുകളിലോട്ട് വയ്ക്കുക. ഇടത് കൈ താഴ്ത്തിയിടുക. വലത് കൈയുടെ പുറത്ത് നിങ്ങളുടെ ചെവി വരുന്ന രീതിയിൽ വലത് സൈഡിലോട്ട് ചരിഞ്ഞ് കിടക്കുക. ഒന്ന് റിലാക്സ് ആയിട്ട് ചരിഞ്ഞ് കിടക്കുക. നിങ്ങളുടെ ബോഡിയിലുണ്ടായ മാറ്റത്തെ ഒന്ന് റിലാക്സ് ആയിട്ട് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ബോഡിയിൽ നിന്ന് നല്ലൊരു ഭാരം കുറഞ്ഞതുപോലെ തോന്നാം. നല്ലൊരു റിലാക്സേഷൻ, നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടാവും. ചിലർക്ക് നല്ലൊരു ചൂട് ഫീൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് എന്ത് ഫീലിങ്സ് ആണോ തോന്നുന്നത് ആ ഒരു ഫീലിങ്സ് ഒന്ന് ആസ്വദിച്ച് റിലാക്സ് ആയിട്ട് കിടക്കുക, കൂളായിട്ട് കിടക്കുക. സാവധാനം ഇടത് കൈ സപ്പോർട്ട് ചെയ്ത് സാവധാനം എഴുന്നേറ്റിരിക്കുക. റിലാക്സ് ആയിട്ടിരിക്കുക, കണ്ണടച്ചിരിക്കുക. ഓക്കെ, സാവധാനം കണ്ണുറക്കം. ആർക്കൊക്കെ റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്? ഉറക്കം വരുന്നാ? റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. റിലാക്സേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മനസ്സിൽ നിന്ന് ഒരു ഭാരം മാറിയതുപോലെ, നമ്മുടെ മെൻ്റലി നമ്മളൊരു കൂളായതുപോലെ, ചിലർക്ക് നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും. അങ്ങനെ ഒരു ഫീലിങ്സ് ആണ് റിലാക്സേഷൻ എന്ന് പറയുന്നത്. ആർക്കൊക്കെ തോന്നുന്നുണ്ട്? തോന്നുന്നില്ല ആർക്കും? ഒരാൾക്ക് കിട്ടി. കിട്ടി. ഓക്കെ, ഗുഡ്. അപ്പോൾ നമ്മൾ പീരീഡ് സമയത്ത് ഒരാൾ എസ്സൊക്കെ അടിച്ചു. ഓക്കെ, ഗുഡ്, താങ്ക് യു. ഞാൻ മെഡിറ്റേഷൻ നിങ്ങളെ ചെയ്യിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റിലാക്സേഷനോ മെൻ്റലി ഫിസിക്കലി അല്ല, മെൻ്റലിയാണ് കിട്ടുന്നത്. മെൻ്റലി നിങ്ങൾക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിജയം എൻ്റെതാണ്. കാരണം എൻ്റെ ആ ഒരു മെഡിറ്റേഷൻ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഞാനാണ് സക്സസ്ഫുൾ ആവുന്നത്. അപ്പം ഞാനിങ്ങനെ ഓരോ മെഡിറ്റേഷൻ ട്രൈ ചെയ്യുവാണ്. പിന്നെ നമ്മൾ ഓരോ ക്ലാസ്സിൽ ഓരോ മെഡിറ്റേഷൻ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഏതിലൂടെയാണ് മാറ്റം കിട്ടുന്നതെന്ന് നിങ്ങളുടെ അഭിപ്രായം പറയണം. എന്തെങ്കിലും ഫീലിങ്സ് കിട്ടുന്നുണ്ടോ? ചിലർക്ക് ഉറക്കം വന്നിട്ടുണ്ടാവും. നമ്മൾ മെഡിറ്റേഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഉറക്കമാണ്. നമ്മൾ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോവും. നമ്മൾ അങ്ങ് ഉറങ്ങിപ്പോയിട്ട് വീണ്ടും തിരിച്ചു വരും. അത് മെഡിറ്റേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഈ ഉറങ്ങുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയ്യോ ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞ് ചമ്മുന്ന കാര്യം അങ്ങനെയല്ല. മെഡിറ്റേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് ഉൾക്കൊള്ളാൻ കുറച്ച് ടൈം എടുക്കും നമ്മളിലോട്ട്. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ മെഡിറ്റേഷനിലോട്ട് കിടന്ന് അവസാനം നമ്മളെ ഉള്ളിൽ പെട്ടെന്ന് മയങ്ങിപ്പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തിരിച്ചു വരും. പെട്ടെന്ന് ഈ സൗണ്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരും. അങ്ങനത്തെ സ്റ്റേജാണ് ഫസ്റ്റ് സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. നമ്മൾ കിടന്നുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങുന്നില്ല എന്ന് പറയുന്ന ഫീൽ പോലെ നമ്മളങ്ങനെ കിടന്ന് വേറെ ഏതോ ഒരു ലോകത്തെത്തിയത് പോലത്തെ ഒരു ഫീൽ, നമ്മളറിയാതെ നമ്മളെ മറന്നങ്ങ് കിടക്കുന്ന ആ ഒരു ഫീൽ കിട്ടും. അതാണ് മെഡിറ്റേഷൻ്റെ ഒരു ഫീൽ. അത് ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ അതിൻ്റെയും ഓരോ സ്റ്റെപ്പുകളുണ്ട്. ഓക്കെ, നമ്മൾക്ക് കണ്ണടച്ചാൽ തന്നെ ആദ്യം കണ്ണിലും മനസ്സിലൊക്കെ വരുന്നത് എന്താണ്? നാളത്തേക്ക് എന്ത് മീൻ കറി വയ്ക്കണം, എന്ത് തോരൻ വയ്ക്കണം, ഇതൊക്കെ അല്ലേ? സാധാ വീട്ടമ്മമാർക്ക് ഇതൊക്കെയാണ് അവരുടെ ഏറ്റവും വലിയ ആദ്യത്തെ അവസാനത്തെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അല്ലേ? രാത്രി കണ്ണടയ്ക്കും, നാളെ കാപ്പിക്ക്, നാളെ രാവിലെ എണീക്കണം അല്ലേ? നമുക്ക് ഓരോ പ്ലാനിങ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് കിട്ടണമെന്നില്ല, എന്നാൽ പോലും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും കിട്ടി എന്ന് വിശ്വസിക്കുന്നു ആ ഒരു ഫീലിങ്സ്. ഓക്കെ, കിട്ടാത്തവർക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, കിട്ടും. തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ ഓഫ്ലൈൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ആൾക്കാർ ഉറങ്ങിപ്പോവും. അപ്പം നോർമലി ഫ്രണ്ട്സാണ് ഇവരെല്ലാവരും. അപ്പോൾ ഒരാൾ ഉറങ്ങുമ്പോൾ എന്ത് ചെയ്യും? മറ്റുള്ളവരൊക്കെ ഭയങ്കരമായിട്ട് ചിരിക്കും, അറിയാലോ, കളിയാക്കും. അപ്പോൾ ഈ കളിയാക്കിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും ജന്മത്തിൽ ഇവർ മെഡിറ്റേഷൻ ചെയ്യൂല, ഇല്ലേ? കണ്ണടച്ച് കിടക്കൂല. അപ്പോൾ ഒരാൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ ബാക്കിയുള്ള എല്ലാവരുടെ അടുത്തും പറയും മിണ്ടരുതെന്ന് പറയും, ചിരിക്കരുത്, മിണ്ടരുതെന്ന് പറയും ഞാൻ ഓഫ്ലൈൻ പഠിപ്പിക്കുമ്പോൾ. കാരണം അവർ മറ്റൊരാളിനെ, ഈ ഒരു ഉറങ്ങുന്ന ആളിനെ കളിയാക്കാൻ ഞാൻ അനുവദിക്കില്ല എൻ്റെ ക്ലാസ്സിൽ. അത് മെഡിറ്റേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങിപ്പോയ ഒരാൾ പെട്ടെന്ന് നമ്മൾ വിളിച്ചുണർത്തി പെട്ടെന്ന് അവർ ഉറക്കത്തിൽ നിന്ന് എണീച്ച് കഴിഞ്ഞാൽ അറിയില്ല, അതും അവർ ശരീരത്തിന് കേടാണ്. പെട്ടെന്ന് അവർ ചാടി അല്ലേ, പെട്ടെന്ന് നമ്മൾ അയ്യോ ഞാൻ ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞ് എണീക്കൂലേ, നമ്മൾ അറിയാലോ ഫീലിങ്സ്. ഓൺലൈൻ ആയതുകൊണ്ട് നിങ്ങൾ ക്യാമറ ഓഫ് ചെയ്ത് അവിടെ കിടന്ന് ഉറങ്ങിയാലും ഞാൻ അറിയില്ല. ഓഫ്ലൈൻ ആകുമ്പോൾ കുറേ ആൾക്കാർ ഇവർ ഫ്രണ്ട്സാണ്, പരസ്പരം കളിയാക്കും.
അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയും, ആരും കളിയാക്കരുത്, മിണ്ടരുതെന്ന് പറയും എല്ലാവരും. എന്നിട്ട് അവരെ പോയി പതിയെ തട്ടി ഉണർത്തി, അപ്പോൾ ചാടി എണീക്കും. അപ്പോൾ നമ്മൾ റിലാക്സ് ആയിട്ട് എണീച്ചത് കുഴപ്പമില്ല, വേറെ 1-2 പേരൊക്കെ ഉറങ്ങി സാരമില്ല, ആരും ഉറങ്ങിക്കാണൂല. എന്നാൽ അവരെ എന്ത് ചെയ്യും, കൂളാക്കിയിട്ട് അവരെ എണീപ്പിച്ച് റിലാക്സ് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ കൊണ്ടുപോയി. അത് നമ്മൾ യോഗ ചെയ്യുമ്പോൾ അങ്ങനെ ഉറക്കം വരുന്നത് കാരണം നമ്മളിപ്പോൾ അവരെ കളിയാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണെന്ന് പറയുമോ, അവർ ജന്മത്തിൽ പിന്നെ മെഡിറ്റേഷൻ ചെയ്യൂല. ഇടയ്ക്കിടയ്ക്ക് കണ്ണു തുറന്നു നോക്കും, അയ്യോ ഉറങ്ങിപ്പോവില്ലേ, എല്ലാവരും കൂടെ എന്നെ കളിയാക്കി ഞാൻ നാണം കേടും എന്നൊക്കെ. അങ്ങനെ നമ്മൾ ക്ലാസ് ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും, ഞാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കളിയും ചിരിയും ബഹളമൊക്കെയാണ്, ഭയങ്കര ബഹളവും കളിയും ഭയങ്കര തമാശയൊക്കെ പറയും, എല്ലാവരെയും ചിരിപ്പിക്കും, അങ്ങനത്തെ ക്യാരക്ടറാണ് എൻ്റെത്. പക്ഷേ ഞാൻ 1 മണിക്കൂർ ക്ലാസ്സിന് പഠിപ്പിക്കാൻ കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ട്രെയിനറാണ്. പിന്നെ അവിടെ കളിയും ചിരിയും. പഠിപ്പിക്കാൻ കയറി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും, വിജിത പഠിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരാളായിട്ട് മാറും, യോഗ പഠിപ്പിക്കുന്ന സാർ. ഓക്കെ, അത് നമുക്ക് യോഗ എന്ന് പറഞ്ഞാൽ മെൻ്റലി ഫിസിക്കലി ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അത് നമ്മൾ അത്രയും സീരിയസ് ആയിട്ട് തന്നെ ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ചില ആൾക്കാരെങ്കിൽ ഉള്ളു മയങ്ങിപ്പോക്കാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഉറങ്ങിപ്പോകുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ്, അങ്ങനെ പോകണം. അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യാതിരിക്കില്ല, അയ്യോ ഉറങ്ങിപ്പോയി. ഞാൻ ഓൺലൈനായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്രയും പേര് ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെ കിടന്ന് ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയാം. ഞാൻ ഒന്നും പറയൂല, മിണ്ടൂല, ആരുടെ അടുത്ത് ഷെയർ ചെയ്യൂല, ഒന്നും മിണ്ടൂല. ചിലപ്പോൾ അവർ പിന്നീട് മെസ്സേജ് അയക്കുമോ, ഞാൻ ഉറങ്ങിപ്പോയി അറിയാതെ. അതൊന്നും സാരമില്ല, അത് നമ്മുടെ എന്താണ് മെഡിറ്റേഷൻ ഫസ്റ്റ് സ്റ്റെപ്പാണ് അങ്ങനെ ഉറങ്ങിപ്പോകുന്നത്. ചിലപ്പോൾ ഉറങ്ങുന്നവർക്ക് ചിലർക്ക് കൂർക്കം വലിയ ഉണ്ടാകും, അത് നമ്മൾ ഉറങ്ങുമ്പോൾ അറിയില്ല അല്ലേ. നമ്മളതൊന്നും അങ്ങനെ കളിയാക്കേണ്ട കാര്യമില്ല, അത് നമ്മളെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് മാറ്റും. ഓക്കെ, എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക, അതാണ് എനിക്ക് പറയുന്നത്, എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക. ഓക്കെ, അടുത്ത് നമ്മൾ ഫേസ് യോഗയാണ് ചെയ്യാൻ പോകുന്നത്, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കണ്ടോ റിലാക്സ് ആയിട്ട് കട്ടിൽ കിടന്നാൽ മതി, തലയണ വയ്ക്കരുത്. നമ്മൾ മെത്തേരെ പുറത്ത് തലയണ വയ്ക്കാതെ റിലാക്സ് ആയിട്ട് കിടന്നുകൊണ്ട്. കാരണം ഈ പീരീഡ് സമയത്ത് ശരിക്കും പറഞ്ഞാൽ പണ്ടുള്ള അമ്മമാർ എന്തുകൊണ്ടാണ് ജോലി ചെയ്യിപ്പിക്കാത്തതെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. പണ്ടുള്ള അമ്മമാർ, പഴയ ആൾക്കാരെന്താണ്, നിലത്ത് കിടക്കണം, വീട്ടിൽ അടുക്കളയെ കയറ്റത്തില്ല, ജോലി ചെയ്യിപ്പിക്കത്തില്ല, അങ്ങനെയൊക്കെ കുറച്ച് കർശനമായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള ന്യൂ ജനറേഷനൊക്കെ അതിനെ വിമർശിക്കുന്നുണ്ടെങ്കിൽ പോലും അന്നത്തെ കാലത്ത് അവരത് ചെയ്തിരുന്നത് നല്ലതിന് വേണ്ടിയിട്ടാണ്. അവർ യൂട്രസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് പാവപ്പെട്ട വീട്ടമ്മമാരായിരുന്ന സ്ത്രീകൾ അവരെ അങ്ങനെ ചെയ്തിരുന്നത്. ക്രൂരമായിട്ട് ശിക്ഷിച്ച അമ്മായിമാരൊക്കെ ഉണ്ട് പണ്ട്, അങ്ങനെയല്ല, എന്നാൽ പോലും അതിന് വേണ്ടിയിട്ടാണ് അന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ പീരീഡ് സമയത്ത് യൂട്രസിന് റെസ്റ്റ് കൊടുക്കണം. ഇപ്പോഴുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഡെലിവറി കഴിഞ്ഞ് 1 മാസം ആവണ്ട, അതിന് മുമ്പ് തന്നെ ചാടി കുതിച്ച് ഓട്ടം തുടങ്ങും, ചാട്ടം തുടങ്ങും, വെയിറ്റ് എടുക്കാൻ തുടങ്ങും. പിന്നെ അതുപോലെ തന്നെ പീരീഡ് സമയത്ത് വെയിറ്റ് എടുക്കും, ജോലികളെല്ലാം ചെയ്യും. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഈ യൂട്രസിന് പ്രശ്നങ്ങൾ തുടങ്ങിയത്. അല്ലെന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്. മുന്നത്തെ ഇപ്പോഴത്തെ കാലഘട്ടം മാറിയപ്പോഴും മുന്നുള്ള ആൾക്കാർ മരിക്കുമ്പോൾ പോലെ 100 വയസ്സായി മരിച്ചാലും യൂട്രസ് അകത്ത് കാണും. ഇപ്പോഴുള്ള ആൾക്കാർ 40 വയസ്സിൽ മരിക്കുമ്പോഴേ യൂട്രസ് അകത്തില്ല. ആ ഒരു അവസ്ഥയിലോട്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകളെ സംബന്ധിച്ച്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യോഗ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ ഇതൊക്കെ തടയാനായിട്ട് പറ്റും. പിന്നെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചപ്പോൾ കുറേ ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട്, പീരീഡ് സമയത്ത് യോഗ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. ചില ആൾക്കാർ എൻ്റെ അടുത്ത് മിണ്ടാതെ പറയാതെ വന്നിരുന്ന് ചെയ്ത് കഴിഞ്ഞ് ചില ബ്ലീഡിംഗ് ഒക്കെ ആവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഒരു റെക്കോർഡ് ക്ലാസ് 1-2 പീരീഡ് സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചത്. നല്ലൊരു മെഡിറ്റേഷനും ചെറിയ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാം, ഫേസ് യോഗയും കൂടെ ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് ഒരു സന്തോഷം. ഓക്കെ, പിന്നെ 4 ദിവസം ഈ ഒരു റെക്കോർഡ് ക്ലാസ് ചെയ്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുക, അവർ റെസ്റ്റ് എടുക്കുക. റെക്കോർഡ് ക്ലാസ് ചെയ്തതിന് ശേഷം നമ്മുടെ നോർമൽ ക്ലാസ്സിലോട്ട് വരാം. പിന്നെ എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പീരീഡ് സമയത്ത് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് യോഗ ചെയ്യേണ്ട എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾ ചെയ്യരുത്. എല്ലാവരോടുമാണ് പറയുന്നത്. പീരീഡ് സമയത്ത് നിങ്ങൾ ബോഡി വീക്കാണ്, ടയേർഡാണ്, ഒന്നിനും വയ്യ, ഒന്നിനും വയ്യ, ഒരു മൂഡില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ യോഗ ചെയ്യരുത്. ഞാൻ ഈ റെക്കോർഡ് ക്ലാസ്സൊക്കെ എടുക്കുന്നു എന്ന് വിചാരിച്ചിട്ട് അയ്യോ പാവം കഷ്ടപ്പെട്ടൊക്കെ എടുക്കുന്നതാണ്, ഇനി പീരീഡ്സ് ആണ് അതുകൊണ്ട് ഞാൻ യോഗ ചെയ്യാൻ പോകണം, നിങ്ങൾ ഒരിക്കലും അങ്ങനെയൊന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഒന്നാമത്തെ കാര്യം പീരീഡ് സമയത്ത് റെസ്റ്റ് എടുക്കുക, അതാണ് മെയിൻ പ്രശ്നം. നല്ല കാര്യം. പക്ഷേ യോഗയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, എന്നും ചെയ്യണം. ഈ പറയുന്ന ഞാൻ വരെ ഒരു ദിവസം പോലും ബ്രേക്ക് എടുക്കാൻ എനിക്ക് ഇഷ്ടമില്ല, അങ്ങനത്തെ ഒരാളാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവും, വേറൊരാളെ ഫീലിങ്സ് മനസ്സിലാവും. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് റെസ്റ്റ്, എനിക്ക് വയ്യ, ഇന്ന് ടയേർഡാണ്, ബോഡി വീക്കാണ്, മെൻ്റലി മാനസികമായിട്ട് വയ്യ, ഇന്ന് നല്ല ക്ഷീണമാണ്, എനിക്കൊന്ന് കിടക്കണം, ഇന്ന് എനിക്കൊന്നിനും വയ്യ, ചെയ്യാൻ വയ്യ. ഓക്കെ, നിങ്ങളെ മനസ്സെന്ത് പറയുന്നത് ഓക്കെ, നിങ്ങൾ റെസ്റ്റ് എടുക്കുക. അല്ല നിങ്ങൾ ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഒരു 4 ദിവസം ഈ ഒരു റെക്കോർഡ് ക്ലാസ് ചെയ്തതിന് ശേഷം മാത്രം ലൈവ് ക്ലാസ്സിലോട്ട് വരാം. ഓക്കെ, എന്നോട് പറയാതെ ആരും ചെയ്യരുത്. ഈ ക്ലാസ്സല്ല, അല്ലാതെ നമ്മുടെ ലൈവ് ക്ലാസ്സിലോട്ട് ആരും വരരുത്, ബ്ലീഡിങ് ആവും. അതുകൊണ്ടാണ് യൂട്രസിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളെ കെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും കൂടുതലായിട്ട് ലേഡീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് ചെയ്യുന്നതെന്ന് അറിയാലോ. അവരുടെ ഓരോരോ ജീവിതശൈലി രോഗങ്ങൾ തടയുകയാണ് എൻ്റെ ലക്ഷ്യം.
അപ്പോൾ ജെൻസ് എന്ന് പറയുന്ന അങ്ങനെ അധികം ആരും ഇല്ല, ആരും വരുന്നില്ല നമ്മുടെ ക്ലാസ്സിലോട്ട്. അപ്പോൾ നമുക്ക് ഉള്ള ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുവാണ്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ് ഞാനിപ്പോൾ ഇടയ്ക്ക് സംസാരിക്കുന്ന കാരണം കൊണ്ടല്ല, ഇപ്പോൾ പീരീഡ്സ് ആയിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ബോറടിച്ച് ഞാൻ ഈ റെക്കോർഡുള്ള സ്റ്റേം ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് സമയം ഈ ഒരു സംസാരം കേട്ടതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാമല്ലോ. ഓക്കെ, ഇതുപോലെ നിങ്ങൾ ഗൂഗിളിൽ തപ്പി നോക്കി എന്നെ പോലെ ആരെങ്കിലും കിട്ടുവാണെങ്കിൽ കൊണ്ടുവരണം കേട്ടോ. എന്നെ പോലത്തെ ട്രെയിനറിന്. ഓക്കെ ഓക്കെ, ഞാൻ എല്ലാം നോക്കുകയാണ്. ഞാൻ ഇന്ന് ഒരുങ്ങി കമ്മലൊക്കെ ഇട്ട് മാലയൊക്കെ ഇട്ടാണ് ഇരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള താലിമാലയൊക്കെ എനിക്കുണ്ട്, പക്ഷെ ആരും കണ്ടിട്ടില്ല. ഇന്ന് ഞാൻ സ്കൂളിൽ പഠിപ്പിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോൾ എൻ്റെ കാലിൽ ചെറിയൊരു അലർജി ഉണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് വന്നപ്പോൾ 11 മണിക്ക് 5 മിനിറ്റേ ഉള്ളൂ. അതാണ് ലൈവ് ക്ലാസ്. പെട്ടെന്നാണ് മെസ്സേജ് ഇട്ടത്. വന്ന് പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പെട്ടെന്ന് ഇങ്ങനെ കയറിയിരുന്നു. ഇന്ന് ലൈവ് എടുക്കുന്നത് ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ ഓടി വന്ന് കയറിയതുള്ളൂ, വെള്ളം പോലും കുടിച്ചില്ല. ഓക്കെ, നമുക്ക് അടുത്ത് ഫേസ് യോഗ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. കാലൊക്കെ നീട്ടിയിട്ട് ഷേക്ക് ചെയ്തോളൂ. കാലൊക്കെ ഒന്ന് നീട്ടിയിട്ട് ഒന്ന് അനക്കി കൊടുക്കുക. കുറച്ച് സമയം കാല് മടക്കിയിരിക്കുമല്ലേ, കാലൊക്കെ ഒന്ന് അനക്കി കൊടുക്കുക. 2 കാല് മടക്കി കുത്തി വെച്ചേ, വലത്തോട്ട് ഇടത്തോട്ടൊന്ന് ചരിച്ചു കൊടുത്തേ. 1 2 3 4 5 6 7 8 9 10. ഒരിക്കൽ കൂടെ ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, പീരീഡ് സമയത്ത് നമ്മളിങ്ങനെ കാലിങ്ങനെ മടക്കിയൊന്നും ഇരിക്കേണ്ട നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ കട്ടിൽ ചാരിയോ തലയണ എന്തെങ്കിലും നടുവിൽ വെച്ച് റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫേസ് യോഗ ചെയ്യുന്ന സമയം കാല് വേദനിക്കുന്നുള്ളവർ കാല് നീട്ടി ചുമരിൽ ചാരി ഇരുന്ന് ചെയ്തോളൂ. ഓക്കെ, നട്ടൽ സ്ട്രൈറ്റ് ആക്കി വയ്ക്കണം കേട്ടോ, അത് നിർബന്ധമുണ്ട്. സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഒന്ന് കണ്ണടച്ച് റിലാക്സ് ആയിട്ടിരിക്കാം. സാവധാനം കണ്ണുറക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്യുന്ന ആ, ഈ, ഊ, ആ, ഈ, ഊ, ആ. ആ എന്ന് പറയുമ്പോൾ ഇവിടെ അത്രയും സ്ട്രെച്ച് ആണ്. ആ, ഈ, ഊ, 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 ആ, ഈ, ഊ. ഓക്കെ, ഗുഡ്. വായിൽ വെള്ളം നിറയ്ക്കുന്നവരാ. നന്നായിട്ട് കവർ ചെയ്തേ. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഗുഡ്. സാവധാനം തിരിച്ചു വരാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന പുരുകോയർത്തോ. 1 2 3 4 5 6 7 8 9 10. ഗുഡ്. സാവധാനം തിരിച്ചു വരാം. നമ്മുടെ ചൂണ്ടുവരലുള്ള നടുവരൽ എടുക്കുക. ബലൂൺ ഊതി വീർപ്പിക്കുന്ന പോലെ ഈ ശ്വാസം എടുക്കുന്നതനുസരിച്ച് 2 കവിള് നന്നായിട്ട് പ്രഷർ ചെയ്യുക. പ്രഷർ കൊടുക്കുക, ചെറിയൊരു പ്രഷർ കൊടുക്കുക. ചെയ്ത 1 2 3 4 5 6 7 8 9 10. റിലീസ് ചെയ്യുക. ചൂണ്ടുവരലൊക്കെ പുരികം നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ഗുഡ്. പുരികം പകുതി വരെ കൊണ്ടുവരാം. മുകളിലോട്ടൊന്ന് ഉയർത്തി ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. റിലീസ് ചെയ്യുക. 1-2 പ്രാവശ്യം കൂടെ ഒന്ന് മസാജ് ചെയ്തേ. 1 2 3. ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഇടത് കൈ കൊണ്ട്
വലത് കണ്ണിൻ്റെ പുറത്ത് വയ്ക്കും. ഈ പുരുകം വന്നിങ്ങോട്ട് താഴോട്ട് വലിച്ചു പിടിക്കുക. ഇടത് കൈ കൊണ്ട് വലത് കണ്ണിൻ്റെ പുറത്ത് പുരുകം താഴോട്ട് വലിച്ചു പിടിക്കുക. നമ്മുടെ വലത് കൈ കൊണ്ട് മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് മസാജ് കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10. ഗുഡ്. സാവധാനം റിലീസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ വലത് കൈ കൊണ്ട് ഇടത് കണ്ണിൻ്റെ പുരുകം വന്ന് പതിയെ താഴോട്ട് വലിച്ചു പിടിക്കും. നമ്മുടെ ഇടത് കൈ കൊണ്ട് മുകളിലോട്ടൊന്ന് മസാജ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. സാധാരണ റിലീസ് ചെയ്യുക. കണ്ണടച്ചിരുന്ന റിലാക്സ് ആയിട്ട് നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് ഇടുന്നതും ശ്രദ്ധിക്കുക. സാധാരണ കണ്ണുറക്കുക. 2 കൈ ഇങ്ങനെ കൂട്ടി ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10. ഗുഡ്. സാവധാനം തിരിച്ചു വരാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന കണ്ണ് നല്ല ഗ്ലോ ഒക്കെ ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. നമ്മുടെ ചൂണ്ടുവിരൽ നടുവിരലും എടുക്കുക. ഈ കണ്ണിൻ്റെ കൃഷ്ണമണി നന്നായിട്ട് കാണുന്ന രീതിയിലോട്ടാക്കുക. മുകളിലും താഴെ നന്നായിട്ട് ഉയർത്തി കൊടുക്കുക. വലത്തോട്ട് ഇടത്തോട്ട് ചലിപ്പിച്ച് 1 2 1 2 1 2 1 2 1 2 1 2. സെൻറ്റർ മുകളിലോട്ടൊന്ന് ഉയർത്തിയേ. കണ്ണിൻ്റെ കൃഷ്ണമണി ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6. സെൻറ്റർ വലത്തോട്ട് ഇടത്തോട്ട് ചലിപ്പിക്കുക. 1 2 1 2 1 2. സാധനം റിലീസ് ചെയ്യുക. കണ്ണടയ്ക്കുക. 2 ഉള്ളങ്കൈ നന്നായിട്ട് കൂട്ടിത്തിരുമ. 2 കൈ കപ്പിയ കണ്ണിൻ്റെ പുറത്ത് വയ്ക്കുക. പരിക്കോടെ ചെയ്യാം. ഓക്കെ. സാധാരണ കടായി എടുക്കുക. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ചൂണ്ടുവിരൽ എടുക്കുക. നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ ഈ ചെവിയുടെ ഈ ഭാഗം, ഇവിടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഗുഡ്. സാവധാനം തിരിച്ചു വരാം. നെക്സ്റ്റ് നമ്മുടെ കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ വെച്ച് താടിയുടെ ഭാഗം തൊട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10. ഇങ്ങോട്ട് റിലീസ് ചെയ്യുക. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് പല്ലില്ലാത്ത മുത്തശ്ശിമാർ ചവയ്ക്കുന്നില്ല, അതുപോലെ കഴുത്ത് മാക്സിമം മുകളിലോട്ട് കൊണ്ട് ഒരു ചവച്ച് കഴുത്ത് നന്നായിട്ട് സ്ട്രെച്ച് ആവണം. ഫാറ്റൊക്കെ കുറയാം. 1 2 3 4 5 6 7 8 9 10. ഒരിക്കലും ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. സാവധാനം തിരിച്ചു വരാം. റിലാക്സ് ആയിട്ടിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന ചെവി മുകളിലേക്ക് വലിച്ചു കൊടുക്കുക. ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3. റിലീസ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സൈഡാണോ അവിടെ, ഇവിടെ ചെവിയുടെ ഈ താഴെ ഭാഗത്തൊരു ചെറിയൊരു തടുപ്പ് പോലെ ഉണ്ട് ഇവിടെ കണ്ട്, ആ ഭാഗം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10. ഗുഡ്. ഓപ്പോസിറ്റ് ഒന്ന് മസാജ് ചെയ്തേ താഴോട്ട്. 1 2 3 4 5 6 7
8 9 10. സാവധാനം തിരിച്ചു വരാം. നെക്സ്റ്റ് ഇങ്ങനെ ഒന്നാക്കി കൊടുക്കാം, മുകളിലോട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10. സാവധാനം തിരിച്ചു വരാം. ഗുഡ്. നെക്സ്റ്റ് വലത്തോടെ ഇടത്തോടെ ആക്കാം. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. സാവധാനം റിലീസ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ചുണ്ട് ഓപ്പൺ ചെയ്യരുത്, ചുണ്ടിനെ കൂർപ്പിക്കുക. കണ്ടോ, ജസ്റ്റ് സ്മൈലും ഇല്ല, ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. സാവധാനം റിലീസ് ചെയ്യാം. ഓക്കെ, ഗുഡ്. നമ്മളിപ്പോൾ ഇടയ്ക്ക് ചെയ്ത ഫേസ് മസാജാണ് കേട്ടോ. ഫേസ് യോഗയും ഫേസ് മസാജുമാണ് ചെയ്തത്. ഫേസ് മസാജ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ ഫേസിൽ എന്തെങ്കിലും ക്രീമോ അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ എന്തെങ്കിലും, ചിലർക്ക് വെളിച്ചെണ്ണ ഇടുമ്പോൾ കുരുക്കളൊക്കെ വരും, അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, ക്രീമോ എന്തെങ്കിലും യൂസ് ചെയ്ത് ചെയ്യുക. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം നമുക്ക് എന്തോ ഭയങ്കര ഹാർഡായിട്ടാണ് തോന്നുന്നത്, പറ്റുന്നില്ല. പക്ഷേ എന്തെങ്കിലും ഇങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വരും. ഇത് നമ്മൾ ഫേസ് യോഗ ചെയ്തതിന് ശേഷം ഫേസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം തുണി എടുത്തിട്ട് ഇങ്ങനെ തുടയ്ക്കരുത്. ആരും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, ഏകദേശം പേർക്കും അറിയായിരിക്കും. ഇങ്ങനെ തുടയ്ക്കരുത്, എന്നെ സ്കിന്ന് തൂങ്ങിപ്പോവും. ഇങ്ങനെ തുടയ്ക്കരുത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടവലോ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന്, നല്ല തുടച്ചില്ലെങ്കിൽ സാരമില്ല, ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒന്ന് എടുക്കുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഫേസിൽ അപ്ലൈ എന്തെങ്കിലും പാക്കൊക്കെ ഉണ്ടാക്കി വയ്ക്കാൻ അറിയാമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അത് ഫേസ് യോഗ ഉണ്ടെന്ന് പറയണത് ഇപ്പോഴല്ല, ഇനി ഈ ഒരു മാസം നമ്മളൊന്ന് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് എല്ലാവർക്കും സ്റ്റെപ്പുകളൊക്കെ ഒന്ന് പഠിപ്പിച്ച് കുറച്ച് നോക്കിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റ് ഫേസ് യോഗ ചെയ്യാൻ തുടങ്ങും, ഫേസ് മസാജൊക്കെ. അപ്പോൾ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും, ഇന്ന കാര്യങ്ങൾ കയ്യിൽ കരുതണമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യിപ്പിക്കും. ആ സമയങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് താല്പര്യമുള്ളവർ എന്തെങ്കിലുമൊക്കെ ഫേസ് പാക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്നുള്ളവർ അങ്ങനെ ഉണ്ടാക്കി വെച്ച് ഇത് കഴിഞ്ഞിട്ട് അത് വേണമെങ്കിൽ പാക്ക് ഇട്ട് ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴുകിക്കളയാം. അത് നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതുണ്ടല്ലോ, കറ്റാർ വാഴയുടെ ഇത് കിട്ടുമല്ലോ വാങ്ങാൻ, അതുകൊണ്ട് ഫേസ് കഴുകിക്കളയുന്നത് നല്ലതാണ്. അപ്പോൾ ചിലപ്പോൾ പ്രായമുള്ളവർക്ക് അറിയില്ലായിരിക്കും, അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇങ്ങനെ വലിക്കരുത്, കാരണം നമ്മൾ ഫേസ് തൂങ്ങിപ്പോവും, ഇങ്ങനെ സ്കിന്നൊക്കെ തൂങ്ങിപ്പോവും. നമ്മൾ സ്കിന്നിൻ്റെ ചുളുകൾ മാറ്റാനാണ് ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ. അതുപോലെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരുണ്ട്. നിങ്ങളുടെ ഇഷ്ടം എന്താണ്, നിങ്ങളുടെ ഫേസിന് എന്താണോ ആവശ്യം. ഞാനിങ്ങനെ കൂടുതൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല, മേക്കപ്പ് ഒന്നും, അതുകൊണ്ട് എനിക്കറിയില്ല കേട്ടോ. പറഞ്ഞു തരാം, ഒന്നിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, നിങ്ങളുടെ ഫേസിന് എന്താണോ ചേരുന്നതെന്ന് തോന്നുന്നത്, അതനുസരിച്ച് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നല്ല രീതിയിലുള്ള മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാവും. ഓക്കെ, ഞാനിപ്പോൾ കുറച്ച് ഗ്ലാമറൊക്കെ വെച്ചില്ലേ, നിങ്ങൾക്ക് തോന്നുന്നു ആദ്യത്തെ കണ്ടിൽ ചെറിയ മാറ്റമില്ല എനിക്ക്. അങ്ങനല്ല, അല്ല മുന്നേ നിങ്ങൾ കണ്ട കണ്ടിൽ കുറച്ച് കരിവാളിപ്പ് മാറിയില്ല മുഖത്തുള്ള, എന്ത് തോന്നുന്നു, ഒരാൾ ലവൊക്കെ അടിക്കുന്നു. തടി കുറഞ്ഞ്. ഓക്കെ. എനിക്ക് ശരിക്കും സമയം കിട്ടൂല എന്നാൽ നമ്മൾ വേണമെങ്കിൽ സമയം കണ്ടുപിടിച്ചാൽ നമുക്ക് ചെയ്യാന്നേ ഉള്ളൂ. ഞാൻ അങ്ങനെ സമയം കണ്ടുപിടിച്ച് ഫേസ് മസാജൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ കുഞ്ഞ് പുറകിൽ നിന്ന് കളിക്കും, ഞാൻ ഫേസ് മസാജ് ചെയ്യും. പക്ഷേ ആളെന്തെന്ന് പറഞ്ഞാൽ കട്ടിലിൻ്റെ പുറത്ത് കയറിയിട്ട് അതിൻ്റെ പുറത്ത് വലിഞ്ഞ് ഇറക്കും, ഈ സ്വിച്ചുകളിലൊക്കെ പിടിക്കും, അങ്ങനെയൊക്കെ ഭയങ്കര ബഹളമാണ്. അപ്പോൾ പിന്നെ നമ്മളെ ഫേസാണോ വലുത്, കുഞ്ഞാണോ വലുത്, നമുക്കിത് പിന്നെ ശരിയാക്കാം. കുഞ്ഞല്ലേ വലുത്, അവർ വലുതായി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇപ്പം ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്. ഞാൻ ഒരാഴ്ച ചെയ്തപ്പോൾ കുളിച്ചിട്ടൊക്കെ കയറുമ്പോൾ ഫേസ് എനിക്ക് തന്നെ ഭയങ്കരമായിട്ടൊരു ഇഷ്ടം തോന്നും. ഞാൻ കണ്ണാടിയിൽ വീണ്ടും ഞാൻ നോക്കും, എന്നെ തന്നെ ഞാൻ നോക്കി ആസ്വദിക്കാം. എന്തോ ഒരു ചെറിയ മാറ്റം. അതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ അടുത്ത് തന്നെ ഭയങ്കരമായിട്ടൊരു ഇഷ്ടം തോന്നും. വീണ്ടും ഞാൻ തലമുടിയൊക്കെ ഇങ്ങനെ പിരിച്ചൊക്കെ ഇങ്ങനെയായിട്ട് ഞാൻ വീണ്ടും ഇങ്ങനെയൊക്കെ നോക്കും കണ്ണാടിയിൽ,
എന്നുവെച്ചാൽ എന്തോ ഒരു ചെറിയൊരു വെട്ടം നമ്മുടെ മുഖത്ത് ഫീൽ ചെയ്യും. അത് നിങ്ങളും അങ്ങനെയാണ്. ഇത് ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്കും ആ ഒരു ഇത് ഉണ്ടായി വരും. നമ്മൾ ബോഡി ഓക്കെ ആക്കുന്നതോടൊപ്പം നമ്മളെ ഫേസും കൂടെ ഓക്കെ ആക്കുക. അപ്പോൾ നമുക്ക് തന്നെ നമ്മളടുത്ത് ഒരു പ്രത്യേക ഇഷ്ടവും നമുക്ക് നന്നായിട്ട് ഒരുങ്ങണമെന്നൊക്കെ ഉള്ളൊരു ഇതൊക്കെ നമ്മളിൽ എന്താണ് ഉണ്ടായി വരും. ഓക്കെ, പിന്നെ ഹസ്ബൻഡിനും കുറച്ച് ഇഷ്ടമൊക്കെ കൂടും പോരെ, അല്ലെങ്കിൽ ഇഷ്ടം ഉണ്ടല്ലോ അല്ലേ. ഹസ്ബൻഡ് എൻ്റെ ഭാര്യ കുറച്ചും കൂടി ലുക്കായി. ഓക്കെ, അതുകൊണ്ട് യോഗയ്ക്ക് പിന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് വിടാം. എന്തായാലും പൊക്കോ. ഓക്കെ, ഞാൻ വെറുതെ പറഞ്ഞു. ഓക്കെ, നമുക്ക് അടുത്ത് ചെയ്യാമല്ലോ. ബോറടിക്കാതിരിക്കുകയാണെങ്കിൽ പറഞ്ഞു. കുറേ നേരം കൊണ്ട് നമ്മൾ കോഷ്ടികൾ കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ ഫേസിൽ. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറഞ്ഞതാണ്. കഴുത്ത് മാക്സിമം വലത് സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. ചവച്ചേ വാ തുറന്നു. 1 2 3 4 5 6 7 8 9 10. ഒരിക്കലും ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. സെൻറ്റർ ഓപ്പോസിറ്റ്. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തേ, നന്നായിട്ട് ചവച്ചേ. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. സെൻറ്റർ. കഴുത്ത് മാക്സിമം മുകളിലോട്ടുണ്ട്. നന്നായിട്ട് ചവച്ചേ. 1 2 3 4 7 1 2 3 4 5 6 7 8 9 10. ഓക്കെ, സാവധാനം തിരിച്ചു വരാം. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. നെക്സ്റ്റ് നമ്മൾ ഫ്ലാപ്പ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ചൂണ്ടുവിരളും നടുവിരളും എടുക്കുക. നന്നായിട്ടൊന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുത്ത് എല്ലാവരും. എനിക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്, എൻ്റെ ഫേസിന് വേണ്ടിയിട്ടാണെന്നൊക്കെ ഒന്ന് നമ്മൾ കണ്ണടച്ച് നമ്മളെ തന്നെ സ്നേഹിച്ചുകൊണ്ട് ചെയ്ത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ട് ചെയ്യാൻ പറ്റും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയാൽ നന്നായിട്ട് റിലാക്സ് ആയിട്ട് ചെയ്യുക. നന്നായിട്ടൊന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. റിലാക്സ് ആയിട്ട് ഫ്ലാപ്പ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ണിൻ്റെ പുറത്ത് ഫ്ലാപ്പ് ചെയ്ത് ജസ്റ്റ് വച്ചാൽ മതി. എല്ലാം നന്നായിട്ട് ഫേസിലൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്യുക. ചെവിയുടെ പുറമൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്താൽ നന്നായിട്ട്. കഴുത്തിൻ്റെ പുറകുവശമൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്യുക. കഴുത്തിൻ്റെ മുൻഭാഗമൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്യുക. നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്യുക. ഓക്കെ, ഗുഡ്. ഒരിക്കലും ചെയ്താൽ നന്നായിട്ടൊന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കാം. ചുണ്ടകത്തോട്ട് മടക്കി ചുണ്ടിൻ്റെ മുകളിൽ താഴെ ഫ്ലാപ്പ് ചെയ്തേ. നന്നായിട്ടൊന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കാം. ചെവിയിലൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്യുക. കഴുത്തിൻ്റെ പുറകുവശമൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്യുക. മുൻഭാഗമൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്യാൻ ഒന്ന്. ഓക്കെ, സാവധാനം തിരിച്ചു വരാം. നമ്മുടെ ഫുൾ വിരൽ കൊടുക്കുക. 2 കയ്യിൽ 4 വിരലേ കിട്ടത്തുള്ളൂ. അത് വെച്ച് ഫ്ലാപ്പ് ചെയ്യുക. നന്നായിട്ടൊന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഫ്ലാപ്പ് ചെയ്യുക. ഫേസിൽ നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്തേ. ഒന്ന് റിലാക്സ് ആയിട്ട് കൂളായിട്ട് നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്യുക. നിങ്ങളുടെ ഫേസിൽ ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടാവും. ആ റിലാക്സേഷൻ ഫീൽ ചെയ്തേ. കണ്ണടച്ച് നിങ്ങളുടെ ഫേസിലോട്ട് ശ്രദ്ധ കൊണ്ടുപോകുക. എന്നാൽ മാത്രമേ ആ ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യത്തുള്ളൂ. എല്ലാവരും നോക്കി റിലാക്സ് ആയിട്ട് ചെവിയിലൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്യുക. കഴുത്തൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുത്തേ. കഴുത്തിൻ്റെ പുറകുവശമൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. ഒന്ന് റിലാക്സ് ആയിട്ട് ചെയ്യുക. നമ്മുടെ ഫേസിൽ ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടാവും. അത് നമ്മുടെ ഫേസിൽ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കുന്നത്, നമ്മുടെ ഫേസൊക്കെ നല്ല ആക്റ്റീവ് ആയതാണ്. ഒന്ന് റിലാക്സ് ആയിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഉള്ളം കൈ നന്നായിട്ട് കൂട്ടിത്തിരുമ്പോൾ ആ ഒരു ചൂട് ഫേസിലോട്ടൊന്ന് വെച്ച് കൊടുത്തേ. ആദ്യം കണ്ണിൻ്റെ പുറത്ത് വയ്ക്കാം, പിന്നെ നെറ്റി, കവിൾ, ചുണ്ട്, മൂക്കിൻ്റെ പുറമൊക്കെ ഒന്ന് വയ്ക്കുക, ചെവിയിൽ വയ്ക്കുക, കഴുത്തിൽ ചുക്ക് നന്നായിട്ടൊന്ന് ഒരിക്കൽ ചെയ്തേ. നന്നായിട്ട് ഉള്ളം കൈ നന്നായിട്ട് കൂട്ടിത്തിരുമ്പോൾ ആ ഒരു ചൂട് നെറ്റിയിലോട്ടൊന്ന് വയ്ക്കുക. ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചെവിയിലൊക്കെ ഒന്ന് വയ്ക്കുക, കഴുത്തിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. സാവധാനം ഉള്ളം കൈ കൂടി തിരുമ്പോൾ ആ ഒരു ചൂട് കണ്ണിൻ്റെ പുറത്തേക്ക് വയ്ക്കുക. മുഖമൊക്കെ സാവധാനം തടവിയെടുക്കുക.
രണ്ട് കൈ മുന്നിലോട്ട് കൊണ്ടുവരാം. കണിച്ചിമ്മി ചിമ്മി സാവധാനം ഉള്ളം കൈ കണ്ണിലോട്ട് നോക്കിയേ. ഉള്ളം കൈയിലോട്ട് കണ്ണു തുറന്ന് നോക്കാം. സാവധാനം തിരിച്ചു വരാം. ഓക്കെ. ഫേസൊക്കെ ഒന്ന് തൊട്ട് നോക്കിയേ. ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയേ. സോഫ്റ്റ് ആയതുപോലെ തോന്നുന്നുണ്ടോ? തോന്നുന്നില്ലേ ആർക്കും? തോന്നുന്നില്ല? ഉണ്ട്. ഒരു കൂളായതുപോലെ തോന്നുന്നുണ്ടോ? നമ്മുടെ ബോഡി കൂളാവുന്ന അതുപോലെ നമ്മൾ റിലാക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് റിലാക്സ് ആവുന്നത് പോലെ നമ്മുടെ ഫേസൊക്കെ ഒന്ന് റിലാക്സ് ആവുന്ന പോലെ തോന്നും. അതുപോലെ തന്നെ ഫേസ് മസാജ് മാത്രം ചെയ്ത് നോക്കണം. ഫേസ് മസാജ് ചെയ്തിട്ട് നമ്മൾ മുഖമൊക്കെ ഒന്ന് കഴുകുമ്പോൾ പറയാൻ പറ്റില്ല ആ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത്. നമ്മുടെ തലയ്ക്കകത്തൊക്കെ എന്തോ ഒരു വല്ലാത്തൊരു റിലാക്സേഷനും ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്യും. നല്ല സൂപ്പറാണ്, അടിപൊളിയാണ്. ഓക്കെ. അത് നമുക്ക് ആദ്യം കുറച്ച് സ്റ്റെപ്പുകളൊക്കെ പഠിച്ചിട്ട് അത് നമുക്ക് ചെയ്യാം. ഓക്കെ. ക്ലാസ്സിൽ പുതിയ പുതിയ വെറൈറ്റി ആക്കണം, നിങ്ങളെല്ലാം അടിപൊളിയാക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ കുഞ്ഞിനെ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ വെറൈറ്റി ഐറ്റംസൊക്കെ ഞാൻ പഠിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഓക്കെ. നിങ്ങളെയൊക്കെ അടിപൊളിയാക്കി സന്തൂർ മമ്മി ആക്കിയിട്ട് വേണം എൻ്റെ കുഞ്ഞ് വലുതായിട്ട് അടുത്ത് എനിക്ക് സന്തൂർ മമ്മി ആകാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാമല്ലോ അല്ലേ? ഓക്കെ. ഒന്ന് കണ്ണടച്ച് റിലാക്സ് ആയിട്ടിരിക്കുക. നമസ്കാരം മുദ്ര. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക. യോഗ ചെയ്യുന്നതിലൂടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യവും ഉന്മേഷമൊക്കെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് അതോടൊപ്പം തന്നെ ഫേസിന് നല്ല ഗ്ലോ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഫേസിലുണ്ടാകുന്ന കരുവാളിപ്പൊക്കെ മാറാൻ വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് നല്ലൊരു തിളക്കം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഫേസിലെ ചുളിവുകളൊക്കെ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാവരും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി വരാൻ പോകുന്ന ജീവിതശൈലി രോഗങ്ങൾ മെൻ്റലി ഫിസിക്കലി ഒന്നും നമ്മുടെ ബോഡിയിൽ അടുക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഉണ്ടാവും. എൻ്റെ ഉള്ളങ്ങ നന്നായിട്ട് കൂട്ടിത്തിരുമ്പോൾ രണ്ട് കൈ കപ്പിയ കണ്ണിൻ്റെ പുറത്ത് വയ്ക്കും. മുഖമൊക്കെ സാവധാനം തടവിയെടുക്കുക. രണ്ട് കൈ മുന്നിലോട്ട് കൊണ്ടുവരാം. കണ്ണ് ചിമ്മി ചിമ്മി സാവധാനം ഉള്ളം കൈയിലോട്ട് കണ്ണു തുറന്ന് നോക്കുക. സാവധാനം തിരിച്ചു വരാം. ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരിക്കാൻ ആശംസിക്കുന്നു. ഓക്കെ. താങ്ക് യു. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ബൈ.